കലോത്സവ വേദികളിലെ നിസ്സഹകരണം പിൻവലിച്ച് സർക്കാർ ഡോക്ടേഴ്സിന്റെ സംഘടനയായ KGMOA ആരോഗ്യമന്ത്രി ഡോക്ടേഴ്സുമായി ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് നിസ്സഹകരണം അവസാനിപ്പിച്ചത്. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായി KGMOA അറിയിച്ചു. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇവരുടെ ആവശ്യം എന്തായിരുന്നു? ഏതായാലും നിസ്സഹകരണം അവർ പിൻവലിക്കുന്നു. അവർ ഡ്യൂട്ടിയിലേക്ക് കയറിയോ? അതായത് ആര്യനാട് ആശുപത്രിയിലെ ഒരു ഡോക്ടർക്കെതിരെ സ്വീകരിച്ച നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പൊടുന്നനെ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ സംഘടന, സർക്കാർ ഡോക്ടർമാരുടെ സംഘടന കലോത്സവത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. പക്ഷേ പിന്നാലെ ആരോഗ്യവകുപ്പ് ബദൽ സംവിധാനം ഏർപ്പെടുത്തുകയും ഡോക്ടർമാരെ വേദികളിൽ വിനിയോഗിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രിയുമായി സർക്കാർ ഡോക്ടർമാർ ചർച്ച നടത്തിയത്. ഈ ചർച്ചയിലാണ് ഈ ഡോക്ടർമാർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന മന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സമരം പിൻവലിക്കുന്നതായി ഡോക്ടർമാരുടെ സംഘടന ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് തന്നെ നിലവിൽ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ പൊതു വിലയിരുത്തൽ ഇതൊരു അനാവശ്യ നിസ്സഹകരണ സമരമാണെന്നും ഇതിൽ കഴമ്പില്ലെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു നിലപാട്. എന്തായാലും നിലവിൽ കലോത്സവവുമായി സഹകരിക്കാമെന്ന നിലപാടിൽ ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഡോക്ടർമാരെയല്ല, സർക്കാർ ഡോക്ടർമാരെ, KGMOA ഡോക്ടർമാരെ ഈ കലോത്സവ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടില്ല എന്നൊരു നിലപാടാണ് നിലവിൽ ആരോഗ്യവകുപ്പ് വിശദീകരിക്കുകയും ചെയ്യുന്നത്. ശരി, AV ജയശങ്കർ വിവരങ്ങൾ നൽകിയത്.